അനൂപ് ആന്റണി ഷോൺ ജോർജിനെ തേച്ചുവെന്നും പറഞ്ഞ് ഇന്നലെ ഒരു വാർത്ത ചെയ്തിരുന്നു. അതിന്റെ കമന്റ് ബോക്സിൽ ചിലർ കുത്തിയിരുന്ന് പൊങ്കാലയിടുന്നത് കണ്ടു. പക്ഷെ പഠിക്കാൻ കൊള്ളാവുന്ന പുതിയ ഐറ്റം ഒന്നും അതിൽ കണ്ടില്ല. ആരോ ഒന്ന് രണ്ടു പേർ ഇടത് കൈകൊണ്ടും വലത് കൈകൊണ്ടും ചെയ്യുന്ന പ്രവൃത്തി എന്ന് മാത്രമേ അതിൽ കാണാനുണ്ടായിരുന്നുള്ളൂ. പലതും മുകളിലുള്ള കമന്റ് കോപ്പി ചെയ്തിട്ട് താഴെ പേസ്റ്റ് ചെയ്യുമായിരുന്നു. ചിലരെങ്കിലും പിതൃസ്തുതി പാടാനും മറന്നില്ല. ഇതിലൊന്നും ഞങ്ങൾക്ക് ഒരു പരിഭവവുമില്ല. ഞങ്ങൾ പറഞ്ഞ കാര്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. അനൂപ് ആന്റണി എൻ്റെ ഇടം കൈയും വലം കൈയുമാണെന്നൊക്കെ പ്രധാനമന്ത്രി പറഞ്ഞു. കൊള്ളാം, അതൊക്കെ നല്ലതാണ്. പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അത് ശരിയുമായിരിക്കാം. എന്നാൽ തിരുവല്ലയിലെ സാധാരണക്കാരായ പാർട്ടിക്കാരെ സംബന്ധിച്ചിടത്തോളം അനൂപ് ആന്റണി ഓട് പൊളിച്ച് കെട്ടിയിറക്കപ്പെട്ട ഒരാൾ തന്നെയാണ്. പ്രധാനമന്ത്രി തിരുവല്ലയിൽ വരുന്നുവെന്ന് BJP പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് അറിഞ്ഞതുപോലും വളരെ വൈകിയാണ്, അതും സമൂഹ മാധ്യമങ്ങളിൽ നിന്ന്. അതുപോലെ പ്രധാനമന്ത്രി വന്നപ്പോൾ സ്റ്റേജിൽ അണിനിരന്നവരുടെ കണക്കൊന്ന് എടുത്തു നോക്കാം. പ്രോട്ടോകോൾ അനുസരിച്ച് ന്യായമായി നിൽക്കേണ്ടിയിരുന്ന പലരും അതിലുണ്ടായിരുന്നു. കുമ്മനം രാജശേഖരനെ പോലെ ഒരു മുതിർന്ന വ്യക്തി അടുത്ത മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് പോലും അദ്ദേഹത്തിന്റെ പേരൊന്ന് ഉച്ചരിക്കുക പോലും ചെയ്തില്ല. അവരും സ്ഥാനാർത്ഥികളാണല്ലോ, അവർക്കുമില്ലേ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ. അതിലും മോശമായ ഒരു കാര്യം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ക്ഷേത്ര മോഷണ വിഷയത്തിൽ പ്രതിയാക്കപ്പെട്ട ഒരാൾ പ്രധാനമന്ത്രിയോടൊപ്പം സ്റ്റേജിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞങ്ങളത് വിശ്വസിക്കുന്നില്ല. ഒരുപക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ അത് അനൂപ് ആന്റണിയുടെ ജാഗ്രതക്കുറവ് മാത്രമാണ്. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോസ്റ്റർ വ്യാജമാണെങ്കിൽ പരാതി കൊടുക്കണം, അല്ലെങ്കിൽ അതിന്റെ സാഹചര്യം അനൂപ് ആന്റണി വിശദീകരിക്കണം. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് ഒരേപോലെ ചിന്തിക്കുന്നവരുടെ ഒത്തൊരുമിച്ചിട്ടുള്ള പ്രവർത്തനമാണ്. എന്ന് വെച്ചാൽ കളക്റ്റീവായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ അനന്തരഫലം എന്ന് വെച്ചാൽ വടക്കേ ഇന്ത്യയിലൊക്കെ കാണിക്കുന്നത് പോലെ ഏതെങ്കിലും PR ഏജൻസിക്ക് ഒറ്റയ്ക്ക് വിജയിപ്പിച്ചെടുക്കാവുന്ന ഒരു പരിപാടിയല്ല കേരളത്തിൽ. താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ ചേർത്ത് പിടിച്ച് അവർക്ക് പ്രവർത്തിക്കുവാൻ വേണ്ട ഊർജം പകർന്നു നൽകി അവരെ സർവസജ്ജരാക്കി നിർത്തി പ്രവർത്തിപ്പിച്ചാൽ മാത്രമേ അതൊരു രാഷ്ട്രീയ പാർട്ടി ആവുകയുള്ളൂ, അതൊരു രാഷ്ട്രീയ മത്സരമാവുകയുള്ളൂ, അതിനൊരു വിജയം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. വടക്കേ ഇന്ത്യയിലെ ചില മണ്ഡലങ്ങളിൽ ഫ്ലെക്സ് വയ്ക്കാനും പോസ്റ്റർ ഒട്ടിക്കാനും PR ഏജൻസിയെ ഏൽപ്പിച്ച് കാര്യങ്ങൾ നടത്താൻ സാധിക്കുമായിരിക്കും. പക്ഷെ കേരളം പോലെ രാഷ്ട്രീയ ബോധമുള്ള, അങ്ങനെ ബോധമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു സംസ്ഥാനത്ത് ജനങ്ങളുടെ പങ്കാളിത്തമില്ലാതെ ഒരു പരിപാടിയും വിജയിപ്പിക്കാൻ സാധിക്കില്ല. അനൂപ് കരുതുന്നത് പോലെ ഒരു PR ഏജൻസിയെ ഏൽപ്പിച്ച് ആവശ്യത്തിൽ കൂടുതൽ പണവും മുടക്കിയാൽ നേടിയെടുക്കാവുന്നതാണ് തെരഞ്ഞെടുപ്പ് വിജയമെങ്കിൽ അനൂപ് ആന്റണി ഇപ്പോൾ മുടക്കിയതിന്റെ 10 ഇരട്ടി മുടക്കാൻ കഴിവുള്ള 140-ൽ കൂടുതൽ പണക്കാർ ഈ നാട്ടിലുണ്ട്. അനൂപ് ആന്റണി പ്രധാനമന്ത്രിയുടെ ചാർച്ചക്കാരനും അമിത്ഷായുടെ ഇഷ്ടക്കാരനും ഒക്കെ ആയിരിക്കാം. വർഷങ്ങളായി ഡൽഹിയിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നയാളുമായിരിക്കാം. പക്ഷേ അത് കേരളത്തിലെ പാർട്ടിക്കാരറിയുന്നത് രാജീവ് ചന്ദ്രശേഖരന്റെ വാലിൽ തൂങ്ങി കേരളത്തിൽ ലാൻഡ് ചെയ്തപ്പോൾ മാത്രമാണ്. അതും രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു സഹായി എന്നതിൽ കൂടുതൽ യാതൊരു വിലയും ഇവിടുത്തെ പാർട്ടിക്കാർ അയാൾക്കൊട്ട് നൽകിയിട്ടുമില്ല. പക്വത എന്ന് പറഞ്ഞത് ഇയാളെ തൊട്ട് തീണ്ടിയിട്ടില്ല. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ മോചനത്തിനു വേണ്ടി ജയിലിന്റെ മുന്നിൽ കാത്തു നിൽക്കുമ്പോൾ അങ്കമാലി MLA റോജിയുമായി സംസാരിച്ചു നിൽക്കുന്ന ഒരു കന്യാസ്ത്രീയുടെ സഹോദരനെ വട്ടം കയറി കെട്ടിപ്പിടിച്ച് അച്ചായ എന്ന് വിളിക്കുന്ന ആ വിളി, അത് കേൾക്കുമ്പോൾ ഒരു സിദ്ദിഖ് ലാൽ സിനിമയിൽ ജഗദീഷ് അവതരിപ്പിച്ച അപ്പുക്കുട്ടൻ എന്ന കഥാപാത്രത്തെയാണ് ഓർമ്മ വന്നത്. അനൂപ് ആന്റണിയോട് വ്യക്തിപരമായി ഒരു വിരോധവുമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഒരാൾ എങ്ങനെ പ്രവർത്തിക്കരുത് എന്നതിന്റെ ഉത്തമ ഉദാഹരണമായി പ്രവർത്തിക്കുമ്പോൾ ആ പാർട്ടിയിലുള്ള മറ്റുള്ളവരുടെ വികാരം തുറന്നു കാണിക്കേണ്ടത് ഞങ്ങളെ പോലുള്ള മാധ്യമ പ്രവർത്തകരുടെ ചുമതലയായതുകൊണ്ട് പറയുന്നതാണ്. പ്രധാനമന്ത്രിയുടെ വലങ്കൈയായിരുന്ന അനൂപ് ആന്റണി കേരളത്തിന് വേണ്ടി എന്ത് സംഭാവന നൽകിയെന്നും കൂടി പറയാനുള്ള ബാധ്യത അനൂപ് ആന്റണിക്കുണ്ട്. തിരുവല്ല A ക്ലാസ് മണ്ഡലമായി പ്രഖ്യാപിച്ച് കുറെ പണം കൊണ്ടുവന്ന് വാരി വിതറി അതിന്റെ ധാരാളിപ്പിൽ ജനങ്ങളെ ഭയപ്പെടുത്തിയും അമ്പരപ്പിച്ചും വിജയിക്കാമെന്ന ധാരണ അതൊരു മിഥ്യാധാരണ തന്നെയാണ്.